ഗബ്രിയുടെയും ജാസ്മിന്റെയും പ്രണയ നാടകം ഇപ്പോൾ ആരും കാണാത്തോണ്ട് ഇപ്പോൾ ആവശ്യമില്ലാത്ത വഴക്കുകൾ ഉണ്ടാക്കുകയാണ് ഇവർ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിന്റെ പേരിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ടസ്റ്റൻസ് അത് ശ്രദ്ധിച്ചില്ല. പിന്നീട് ഇവർ ഒരുമിക്കുകയും പിന്നെയും പഴയതുപോലെ സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആവശ്യമില്ലാത്ത വഴക്കുകൾ ഉണ്ടാക്കി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ. അതിന്റെ ഒരു തുടക്കമായിരുന്നു ഇന്നലത്തെ ജാസ്മിന്റെ ജയിലിലെ പെരുമാറ്റം. ജാസ്മിനും ജിൻഡോയും നോമിനേഷനിൽ വന്നപ്പോൾ തന്നെ ജാസ്മിന് ദേഷ്യമുണ്ടായിരുന്നു. അതിന്റെ കൂടെ ജാസ്മിൻ സ്ഥിരം ജയിലിൽ കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ജിൻഡോ കിടക്കുന്നതിനാണ് വഴക്കുണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് ജാസ്മിന് വീടിനകത്തുള്ള ഗബ്രിയെ നോക്കി സംസാരിക്കാൻ കഴിയും. എന്നാൽ ജിൻഡോയുടെ ബെഡ് അവിടെ കിടക്കുന്നത് കൊണ്ട് ജിൻഡോ അവിടെ കിടന്നു. മാറാനായിട്ട് ജാസ്മിൻ പറഞ്ഞെങ്കിലും മാറാതെ കിടന്നതിന് ജാസ്മിൻ ജിൻഡോയുടെ തോളിൽ അടിക്കുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് ഇതിനെ ഫിസിക്കൽ അസോൾട്ടായിട്ട് കാണുകയോ അതിനുള്ള ശിക്ഷ കൊടുക്കുകയോ ചെയ്തില്ല. അതിനുശേഷം ഗബ്രി ആഹാരം സമയത്ത് കഴിക്കാത്തത് കൊണ്ട് ആഹാരം കിട്ടിയില്ല. അതിന് അൻസിബയോട് ഗബ്രി കയർത്ത് സംസാരിക്കുകയും പിന്നീടതൊരു വലിയ വാക്കു തർക്കത്തിലോട്ട് പോകുകയും ചെയ്തു. അതിനിടയിൽ അഭിഷേക് ജയദീപ്, നീ സംസാരിക്കാതെ പോയി ജാസ്മിന്റെ സാരി തുമ്പിൽ പിടിച്ചു നടക്കാൻ പറഞ്ഞു. ഇത് കേട്ട് പ്രകോപിതനായ ഗബ്രി അഭിഷേകിനോട് വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നുണ്ട്. കൂടുതൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.